ഹൂത്തികൾക്ക് എതിരായ ഒരു കരാക്രമണത്തിന് അമേരിക്ക ഒരുങ്ങുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ സൗദി അറേബ്യ, UAE, അമേരിക്ക ഈ രാജ്യങ്ങളിലെ സൈനികർ എല്ലാവരും ചേർന്ന് യമൻ ആക്രമിച്ച് ഹൂത്തികൾക്ക് എതിരെ ഒരു കരാക്രമണം നടത്താൻ പോവുകയാണ്. ഇതാണ് അടുത്തിടെ വന്ന ഒരു വലിയ വാർത്ത. ഇതിനുള്ള മറുപടിയായി ഹൂത്തികൾ എന്താണ് പറഞ്ഞത്? കരാക്രമണമല്ലേ, അത് നടന്നോട്ടെ. കഴിഞ്ഞ ആഭ്യന്തര യുദ്ധത്തിൽ യമനിൽ സംഭവിച്ചതിനേക്കാൾ ശക്തരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്. ഇവിടെ ആരു വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ അവകാശം ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഇതാണ് ഹൂത്തികൾ പറഞ്ഞത്. അപ്പോ യാഥാർത്ഥ്യം ഇവിടെ എന്താണ്? ഇവിടെ ഒരു കരാക്രമണം സംഭവിച്ചാൽ അത് ആ സ്ഥലത്ത് എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. യമൻ ആഭ്യന്തര യുദ്ധം. യമൻ ഇല്ലാതെ നമുക്ക് ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാനേ സാധിക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 2014 ആദ്യമായി യമനിൽ ആഭ്യന്തര പ്രശ്നം നടന്നു. അതുവരെയും ഹൂത്തികൾ എന്ന സംഘടനയ്ക്ക് യമനിലെ ഒരു പ്രദേശവും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇറാന്റെ പിന്തുണ അവർക്ക് ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് അവർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അവർ യമനെ 6 പ്രവിശ്യകളായി വേർതിരിച്ച് അവരുടെ അധികാരം പങ്കിട്ടു. പക്ഷെ ഹൂത്തികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ തങ്ങളുടെ ശക്തി കുറയ്ക്കാൻ ഈ പ്രദേശങ്ങളെ വേർതിരിച്ചുവെന്നാണ് ഹൂത്തികൾ ചിന്തിച്ചത്. ഇതിനുശേഷം 2014 ആദ്യമായി യമൻ ചരിത്രത്തിൽ തന്നെ ഹൂത്തീസിന്റെ ഒരു വലിയ സംഘം അവിടെ ഉണ്ടാകുന്നു. ഇതിനുശേഷം ഹൂത്തികൾക്ക് ഒരു വലിയ വിജയവും ലഭിച്ചു. ചില ദിവസത്തിൽ തന്നെ യമന്റെ തലസ്ഥാനമായ സന അവർ പിടിച്ചെടുത്തു. ഇങ്ങനെ പിടിച്ചെടുത്തതിനു ശേഷം അവിടെയുള്ള ഭരണാധികാരികൾ രാജിവെക്കുകയും അവിടെ ഒരു വലിയ പ്രതിഷേധം തന്നെ ആരംഭിച്ചു. എന്നാൽ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും ആ സമയം അറിയില്ലായിരുന്നു. ഇതാണ് ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം തന്നെ കുറിച്ചത്. പിന്നീട് അമേരിക്ക ഈ ഗവൺമെന്റ് ഫോഴ്സസിന് നേരിട്ടുള്ള സഹായം ചെയ്യുന്നു. പക്ഷേ ഹൂത്തികളുടെ ഗൊറില്ല യുദ്ധത്തിന് എതിരെ അമേരിക്കയുടെ സഖ്യസേനയ്ക്കോ യമൻ സർക്കാർ സേനയ്ക്കോ കാര്യമായ ഒരു വിജയവും നേടാൻ കഴിഞ്ഞില്ല. ഇവിടെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഇത് അവരെ പരോക്ഷമായും നേരിട്ടും ബാധിച്ചു എന്നതാണ്. പരോക്ഷമായി പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് ഭാഗത്ത് ആരാണ് വലിയൊരു ശക്തി കേന്ദ്രമായി മാറുന്നത്? സൗദി അറേബ്യയ്ക്കും ഇറാനും തമ്മിൽ ഇതിനകം പരോക്ഷമായ ഒരു ശീതയുദ്ധം നടക്കുകയായിരുന്നു. യമനിലെ ഹൂത്തികൾക്ക് ഇറാന്റെ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഇനി യമൻ സർക്കാരിന് സൗദി അറേബ്യയുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. അപ്പോ ഈ വശത്ത് ഇറാൻ പിന്തുണയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ മറുവശത്ത് സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യണം. അതിനാൽ സൗദി അറേബ്യ അകത്തേക്ക് വരുന്നു. പരോക്ഷമായി അവർ അകത്തേക്ക് വരുന്നു. എന്നാൽ പിന്നീട് നേരിട്ട് കടന്നു വരാനുള്ള ഒരു കാരണമുണ്ടായി. സൗദി അറേബ്യയുടെ അതിർത്തി പ്രദേശത്ത് യമനിലെ ഹൂത്തി വിമതർ 1000 ചതുരശ്ര കിലോമീറ്ററിലധികം നിയന്ത്രണം ചെലുത്തുന്നുണ്ട്. ഇത് അവർക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, ഹൂത്തികളുടെ സഹായത്തോടു കൂടിയാണ് അവർ കടന്നു വന്നത് എന്ന് ISIS ആരോപിക്കുകയും അവിടെ നേരിട്ട് വ്യോമാക്രമണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം ഒരു 4-5 ദിവസത്തിനുള്ളിൽ അവരുടെ പ്രചരണം അവസാനിക്കുന്നു. സൗദി അറേബ്യ, UAE, ഒമാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഹൂത്തികൾക്കെതിരെയുള്ള ഈ ആക്രമണത്തിൽ പങ്കെടുത്തതായും ചില വിവരങ്ങളുണ്ട്. പക്ഷെ തുറന്നു പറഞ്ഞാൽ സൗദി അറേബ്യ നടത്തിയ ഈ ഒരു ആക്രമണം മൂലം അവിടുത്തെ സാധാരണക്കാർക്കാണ് വലിയ നഷ്ടം വരുത്തിയത്. അതല്ലാതെ ഹൂത്തികളുടെ ആയുധപ്പുരയ്ക്കോ ഹൂത്തികളുടെ സൈന്യത്തിനോ യാതൊരു നഷ്ടവും വരുത്തിയില്ല. ഈ ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ 1.5 ലക്ഷം സാധാരണ ജനങ്ങളായിരുന്നു അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടുള്ള വാർത്ത. യമന്റെ ഈ ആഭ്യന്തര യുദ്ധത്തിൽ 60,000 ആളുകൾ കാണാതായി എന്നതാണ് കണക്ക്. ഇങ്ങനെ ഈ യുദ്ധം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം 2018 ഒരു വെടിനിർത്തൽ കൊണ്ടുവരുന്നു. സർക്കാർ സേനയ്ക്കും ഹൂത്തികളുടെ സേനയ്ക്കുമിടയിൽ 2 തരം സേനകളെയും ഇവിടെ UAE നിയന്ത്രിക്കുകയാണ്. ഒന്ന് ഹൂത്തികൾക്ക് എതിരെയുമാണ്, മറ്റൊന്ന് സർക്കാരിനെതിരെയുമാണ്. ചെങ്കടലിനും അറബിക്കടലിനും സമീപമുള്ള പ്രദേശം ഒരു 400 ചതുരശ്ര കിലോമീറ്റർ മുതൽ 500 ചതുരശ്ര കിലോമീറ്റർ വരെയും അവർ നിയന്ത്രിക്കുന്നുണ്ട്. അടുത്തത് ഇതേ UAEയുടെ നിയന്ത്രണത്തിലുള്ള സതേൺ ട്രാൻസിഷണൽ കൌൺസിൽ STC ഫോഴ്സ്. ഹൂത്തികൾ നിയന്ത്രിക്കുന്നത് പോലുള്ള ഒരു പ്രദേശം ഇവരും നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോ യമന്റെ പ്രദേശം പരിശോധിക്കുകയാണെങ്കിൽ കടൽ ഉൾപ്പെടെ 5,27,000 ചതുരശ്ര കിലോമീറ്റർ വരെയുണ്ട്. സൗദി അറേബ്യയുമായുള്ള അതിർത്തിയിലെ 1,30,000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയാണ് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ളത്. അപ്പോ യമനിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂപ്രദേശം എത്രയാണ് എന്ന് നോക്കിയാൽ യമന്റെ 1/4 ഭൂമിയും ഹൂത്തികൾ നിയന്ത്രിക്കുകയാണ്. യമന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രമായ റസ് അൽ അൽസാർ തുറമുഖം, ഹുദൈദ തുറമുഖം
ഇതും ഇവരുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. അതുമാത്രം അല്ല, ചെങ്കടലിന്റെ തീരപ്രദേശം മുഴുവനും ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. അറബിക്കടലിന് അടുത്തുള്ള തീരപ്രദേശം മാത്രമാണ് ഈ സർക്കാർ സേനയുടെ നിയന്ത്രണത്തിലുള്ളത്. അതുകൊണ്ട് 2018 വെടിനിർത്തലിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചില സ്ഥലങ്ങളിൽ ഹൂത്തി സൈന്യം സർക്കാർ സേനയിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് പ്രദേശത്തും ചില പോരാട്ടങ്ങൾ ഉണ്ടായെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഭൂമിയൊന്നും വിട്ടുപോകാതെ ഒരു സ്ഥിരതയുള്ള പോരാട്ടമായിരുന്നു അവിടെ സംഭവിച്ചത്. എന്നാൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഹൂത്തികൾ അകത്തേക്ക് വരുന്നു. ഇതിന്റെ പിന്നാമ്പുറ കഥയെല്ലാം എല്ലാവർക്കും അറിയാം. അതിനുശേഷം അമേരിക്ക അകത്തേക്ക് വരുന്നു. ഇവിടെ മുതലാണ് പ്രധാനപ്പെട്ട കഥ ആരംഭിക്കുന്നത്. അപ്പോ യമനിൽ ഹൂത്തികൾ എന്താണ് ചെയ്യുന്നത്, അവർ എത്രത്തോളം ശക്തരാണ്, സഖ്യസേനയെ അവർ എത്രത്തോളം നന്നായി പിടിച്ചു നിർത്തി, ഇതൊക്കെ നമുക്കറിയാം. ഈ യുദ്ധത്തിന് ശേഷം ഹൂത്തികൾക്ക് എതിരെ അമേരിക്ക എത്ര വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടാകും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏകദേശം 100, 150, 200, 250 അല്ല. ഗാസ പോരാട്ടം ആരംഭിച്ചതിനു ശേഷം ഹൂത്തികൾക്കെതിരെ 366-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ മാർച്ച് മുതൽ അമേരിക്കയുടെ ആക്രമണ രീതി നോക്കിയാൽ അത് പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ബൈഡൻ ഭരണകാലത്തുണ്ടായ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ നടക്കുന്ന വ്യോമാക്രമണങ്ങൾക്കും പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ തോന്നും. ഇതെല്ലാം കണക്കാക്കി നോക്കിയാൽ ഇതൊരു കൂട്ടം സംഭവങ്ങളാണെന്നൊരു പക്ഷേ കാണാം. മുൻപ് പ്രതിമാസം ഒരു 2-3 സ്ട്രൈക്കുകൾ നടന്നു. എന്നാൽ ഇപ്പോൾ ആഴ്ചയിൽ തന്നെ 4-5 സ്ട്രൈക്കുകൾ നടക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞ് മറ്റൊന്ന്, അടുത്ത് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് മറ്റൊന്ന്. ഇങ്ങനെ ഹൂത്തികളുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും അമേരിക്ക നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അടുത്തിടെ ഗാസ സ്ട്രിപ്പ്, ആ തുറമുഖത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലും പൂർണ്ണമായും അത് നശിപ്പിച്ചു. നിരവധി ആയുധ ഡെപ്പോകളെ നശിപ്പിച്ചു. യമനിലെ ഹൂത്തികൾക്കെതിരെ അമേരിക്ക ആദ്യമായാണ് GBU-57 ബോംബ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വെച്ച് നോക്കിയാൽ മുൻപ് ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയെ ആദ്യമായി ആക്രമിച്ചത് ഇസ്രായേലായിരുന്നു. അതേ തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ അമേരിക്കയും നടത്തുന്നത്. കാരണം ആയുധങ്ങൾ ഉള്ളിടത്തോളം കാലം മാത്രമേ ഒരു സംഘടനയായാലും രാജ്യമായാലും നിങ്ങൾക്ക് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കൂ. പട്ടാളക്കാരെ പോലെ തന്നെ പ്രധാനമാണ് ആയുധങ്ങളും. ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരെ ചെറുക്കാൻ സാധിക്കൂ. ആയുധമുള്ള പട്ടാളക്കാരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരെ നശിപ്പിക്കാൻ സാധിക്കൂ. അപ്പോ ആയുധങ്ങളും പട്ടാളക്കാരും പ്രധാനമാണ്. ഇപ്പൊ ഹൂത്തികളുടെ എല്ലാ ആയുധങ്ങളും നശിപ്പിച്ചതിന് ശേഷം പൂർണ്ണമായും ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ലഭിക്കും. ഇതുപോലെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ അമേരിക്ക അവരുടെ അടുത്ത എയർ ലിഫ്റ്റഡ് ആയുധങ്ങൾ അല്ലെങ്കിൽ നാവികസേനയും അവരുടെ ആയുധങ്ങളും ഉപയോഗിച്ച് സൗദി അറേബ്യയുടെ കൊലിഷൻസോടുകൂടി തന്നെ ഹൂത്തികൾക്കെതിരെയുള്ള മറ്റൊരു കര ആക്രമണം അവർ നടത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ പല പ്രധാനപ്പെട്ട മാധ്യമങ്ങളും അവരുടെ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാനായി ഹൂത്തികളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ തുറമുഖങ്ങൾക്ക് ചുറ്റും നിരവധി കുഴിബോംബുകൾ ഞങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ നിയന്ത്രിത മേഖലകളിൽ ഞങ്ങൾ കുഴിബോംബുകൾ സ്ഥാപിക്കാൻ പോകുന്നു. നാളെ ആരെങ്കിലും വന്നാൽ, അത് അമേരിക്ക ആയാലും സൗദി അറേബ്യ ആയാലും UAE ആയാലും ആരൊക്കെ വന്നാലും, ഞങ്ങളെ തൊടാൻ വന്നാൽ അതിനുള്ള വില കൊടുത്തിട്ട് മാത്രമേ അവർക്ക് അകത്തേക്ക് വരാൻ കഴിയൂ. അങ്ങനെ അവർ വന്നാലും മറ്റു രാജ്യങ്ങളെ പോലെ ഞങ്ങൾ അത്ര പെട്ടെന്ന് കീഴടങ്ങില്ല. അകത്തേക്ക് വന്നവർക്ക് ഞങ്ങൾ തക്കതായ സമ്മാനം നൽകുമെന്നാണ് ഹൂത്തികളുടെ നേതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇത് റഷ്യൻ ടെലിവിഷനിലും ഒരുപാട് സ്ഥലങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്തു. അപ്പോ ഈ കര ആക്രമണം സാധ്യമായ ഒരു കാര്യമാണോ? അമേരിക്ക ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനകം തന്നെ ഒരു രാജ്യത്തിൽ വ്യോമാക്രമണം നടത്തി ഗ്രൗണ്ട് ഇൻവേഷൻ ചെയ്യാം എന്ന അവസ്ഥയിലാണ്. കാരണം അവർ ലോകത്തിലെ ഒരു പരമോന്നത ശക്തി എന്ന സ്ഥാനത്താണുള്ളത്. അവരാണ് സമാധാനം സംരക്ഷിക്കുന്നത്, നീതി ന്യായം എല്ലാം അമേരിക്കയ്ക്കൊപ്പമാണ് എന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ അവർ ഹൂത്തികൾക്കെതിരെ കരയിലൂടെ ഒരാക്രമണം നടത്തിയാൽ അമേരിക്കയ്ക്ക് അങ്ങനെ വിജയിക്കാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഏക ഉത്തരം ഇതാണ്. ഹൂത്തികളെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അമേരിക്ക തീർച്ചയായും ശ്രമിക്കും. പക്ഷെ ഇതിനായി അവർ നൽകേണ്ടി വരുന്ന സമയവും വിലയും പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ചെറിയ കണക്കുകൂട്ടൽ മാത്രം നിങ്ങൾ കണക്കിൽ വയ്ക്കുക. 2014 ഹൂത്തികളുടെ പക്കൽ വലിയൊരു ആയുധശേഖരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് പോലും ഈ എല്ലാ ശക്തികളെയും എതിർത്ത് അവർക്ക് 1 വർഷത്തോളം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ ഹൂത്തികളുടെ ഇപ്പോഴത്തെ ആയുധശേഖരം തികച്ചും വ്യത്യസ്തമാണ്. ഇറാന്റെ പക്കൽ നിന്നും കടത്തിയ ആയുധങ്ങൾ, ക്രൂയിസ് മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസ്, ഡ്രോൺസ്, ഇന്റർസെപ്റ്റർ യൂണിറ്റ്സ്, ഇവയെല്ലാം ഇപ്പോൾ ഹൂത്തികളുടെ കൈകളിലുണ്ട്. അപ്പോ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു വലിയ ശക്തിയായി മാറാൻ കഴിഞ്ഞില്ലെങ്കിലും, അമേരിക്കയെ വളരെ കാലം നേരിടാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് അമേരിക്കയെ പിടിച്ചു നിർത്താൻ കഴിയും. എങ്ങനെയാണോ
അഫ്ഗാനിസ്ഥാനിൽ വെച്ച് താലിബാൻസ് റഷ്യയെയും അമേരിക്കയെയും വിരട്ടിയോടിച്ചത് അതേ തരത്തിലുള്ള സംഭവം ഹൂത്തികൾക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു യുദ്ധം നടത്തിയാൽ അമേരിക്ക ജയിക്കും എന്നല്ല ഞാൻ പറയുന്നത്. യമനിലെ ഹൂത്തി വിമതരെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. പക്ഷെ ഹൂത്തികളെ പൂർണ്ണമായും നശിപ്പിച്ച് മുഴുവൻ മേഖലയെയും പിടിച്ചെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ അമേരിക്ക അതിന് നൽകേണ്ടി വരുന്ന വില അല്ലെങ്കിൽ അമേരിക്ക വഹിക്കേണ്ടി വരുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. കാരണം ആ ഒരു ഭൂമി വളരെ വലിയൊരു പ്രദേശമാണ്. ആ ഒരു പ്രദേശത്ത് ഏതൊക്കെ ശക്തികളുമായി നിങ്ങൾ വന്നാലും നിങ്ങളുടെ സൈനികരുടെ മേൽ വലിയൊരു സമ്മർദ്ദം ഉണ്ടാകും. കാരണം ഓപ്പോസിറ്റ് ഉള്ളവർ ഗൊറില്ല യുദ്ധത്തിലായിരിക്കും ഏർപ്പെടുക. അപ്പോ ഇതെല്ലാം ബന്ധിപ്പിച്ച് നോക്കിയാൽ അമേരിക്ക ഹൂത്തികൾക്കെതിരെ ഒരു കരാക്രമണം നടത്തിയാൽ അത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അമേരിക്ക അങ്ങനെ ഒരു റിസ്ക് എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇറാനുമായി ഒരു സംഭാഷണം നടക്കുമ്പോൾ ഇറാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഹൂത്തികൾക്കെതിരെ കരാക്രമണം നടത്താൻ നടപടിയൊന്നും സ്വീകരിക്കില്ല. ഇതിനകം സൗദി അറേബ്യയും ഇറാനും തമ്മിൽ സാധാരണ നിലയിലാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവർ ഇത്തരം തീരുമാനങ്ങൾ എടുക്കില്ല. അപ്പോൾ മൊത്തത്തിൽ വ്യോമാക്രമണത്തോടുകൂടി ഇത് അവസാനിക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.